ഓക്കെ, അപ്പോൾ ഓഡിറ്റിങ്ങിലെ 4ാമത്തെ മൊഡ്യൂളാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം. വാട്ട് ഈസ് കോർപ്പറേറ്റ് ഗവേണൻസ്? അപ്പോൾ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് റൂൾസ്, പ്രോസസ് ഓർ ലോസ് ബൈ വിച്ച് കോർപ്പറേഷൻസ് ആർ ഓപ്പറേറ്റഡ്, മാനേജ്ഡ്, റെഗുലേറ്റഡ് ഓർ കൺട്രോൾഡ്. ഒരു കോർപ്പറേഷൻസ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അതിലുൾപ്പെടുന്ന എല്ലാ റൂൾസും എല്ലാ പ്രോസസ്സും അതുപോലെ തന്നെ എല്ലാ ലോസും കൂടി അടങ്ങുന്ന മൊത്തം കോമ്പിനേഷനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുക കേട്ടോ. The board of directors is responsible for creating the framework for corporate governance which ensure business conduct with objective. അതായത് അത് പറയണമെന്നില്ല, 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുക ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് റൂൾസ്, പ്രോസസ്സ് ഓർ ലോസ് ബൈ വിച്ച് കോർപ്പറേറ്റ് ആർ ഓപ്പറേറ്റഡ്. ഒരു കോർപ്പറേറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന എല്ലാ ലോസും എല്ലാ പ്രോസസ്സും എല്ലാ റൂൾസിൻ്റെയും കോമ്പിനേഷനെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുക. ഈ കോർപ്പറേറ്റ് ഗവേണൻസിന് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? Changing ownership structure അല്ലേ. The ownership structure of companies has changed a lot. They force management to use corporate governance. അതായത് കോർപ്പറേറ്റ് ഗവേണൻസ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കമ്പനീസിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഓണർഷിപ്പ് ഇല്ലേ, അത് നമുക്ക് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം. അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹാവ് ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ദ കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, ഷെയർ ഹോൾഡേഴ്സ്, സപ്ലയേഴ്സ്, ലോക്കൽ കമ്മ്യൂണിറ്റീസ് എക്സെട്ര. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹാവ് ടു പ്രൊട്ടക്ട് ദ റൈറ്റ്. അത് കസ്റ്റമറുടെ അധികാരങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, എംപ്ലോയീസിൻ്റെ റൈറ്റ്സുകൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഷെയർ ഹോൾഡറിൻ്റെ റൈറ്റുകൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, സപ്ലയേഴ്സ്, ലോക്കൽ കമ്മ്യൂണിറ്റീസ് അതല്ലേ, അതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഉത്തരവാദിത്തം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുണ്ട് എന്നുള്ളത് എന്താണ്? കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് ആണ്. അടുത്ത ഗ്രോയിങ് നമ്പർ ഓഫ് ഫ്രോഡ്. In recent years, many scams, fraud and corrupt practices have taken place. നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ഒരുപാട് സ്കാമുകളും ഒരുപാട് ഫ്രോഡുകളും ഒരുപാട് അഴിമതിയും കറപ്ഷനൊക്കെ നടക്കുന്നുണ്ട് അല്ലേ. ഇൻ ഓർഡർ ടു അവോയ്ഡ് ദീസ് സ്കാംസ്, ഈ സ്കാംസും ഈ ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റീസൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? അതിന് വേണ്ടിയിട്ടാണ് കമ്പനികൾ കോർപ്പറേറ്റ് ഗവേണൻസ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം റൂളും റെഗുലേഷനൊക്കെ കൊണ്ടുവന്നേക്കണേ, മനസ്സിലായോ? അതായത് മറ്റ് പല കമ്പനികളിലും സ്കാമുകളും ഫ്രോഡുകളും അതുപോലെ തന്നെ അഴിമതിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരുവിധം വരെ ഒരു തടസ്സം, അതായത് അതിനൊക്കെ ഒരു തട വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഇൻഡിഫറൻസ് ഓൺ ദ പാർട്ട് ഓഫ് ഷെയർ ഹോൾഡർ. ഷെയർ ഹോൾഡർ ആർ ഇൻആക്റ്റീവ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ദെയർ കമ്പനീസ്. ദേ only attend the annual general meeting. Directors misuse their power for their own benefit. There is a need for corporate governance to protect all the stakeholders of the company. അത് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കമ്പനികളിൽ ഇന്നാക്റ്റീവ് ആണെങ്കിൽ, അതായത് അവരെന്ത് ചെയ്യുന്നില്ല, അവരാകെ ജനറൽ മീറ്റിങ്ങിൽ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവരെന്ത് ചെയ്യും? അവരുടെ സ്വന്തം ബെനിഫിറ്റ് അവർ മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ ഡയറക്ടേഴ്സ്. അപ്പോൾ അതുകൊണ്ട് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് വരികയാണെങ്കിൽ ഈ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ആളില്ലാത്ത സ്ഥലത്ത് എങ്ങനെയായിരിക്കും മറ്റുള്ളവർ ചെയ്യാമെന്ന് അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം? അതിനൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്താണ് ഗ്ലോബലൈസേഷൻ. ടുഡേ മോസ്റ്റ് ബിഗ് കമ്പനീസ് ആർ സെല്ലിംഗ് ദെയർ ഗുഡ്സ് ഇൻ ദ ഗ്ലോബൽ മാർക്കറ്റ്. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടങ്ങളിൽ വലിയ കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗുഡ്സുകൾ ഗ്ലോബൽ മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് വിത്തിൻ ദ കൺട്രിയിൽ മാത്രമല്ല, രാജ്യത്തെ എല്ലായിടത്തും, അതുപോലെ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. വിത്തൗട്ട് കോർപ്പറേറ്റ് ഗവേണൻസ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു എൻ്റർ, സർവൈവ് ആൻഡ് സക്സീഡ് ദ ഗ്ലോബൽ മാർക്കറ്റ്. അതായത് കോർപ്പറേറ്റ് ഗവേണൻസ് ഇല്ലാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിൽ സാധനങ്ങളൊക്കെ വിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷേ ഇത് കുറച്ച് നമുക്ക് ഇമ്പോസിബിൾ ആണെന്ന്, മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് ഇല്ലെങ്കിൽ, ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ആ പ്രോസസ്സൊന്നും കൃത്യമായിട്ട് ഇല്ലെങ്കിൽ അതൊരു കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുകൾ, പ്രോബ്ലംസ് ഫ്യൂച്ചറിൽ നേരിടാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ആ ഗ്ലോബലൈസേഷനിൽ പറയുന്നത്. അടുത്ത ടേക്ക് ഓവേഴ്സ് ആൻഡ് മെർജേഴ്സ്. Today there are many takeovers and mergers in the business world. Corporate governance is required to protect the interest of all the parties during takeover. അതായത് ടേക്ക് ഓവർ ചെയ്യാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താ ടേക്ക് ഓവർ ചെയ്യുക അല്ലെങ്കിൽ മെർജ് ചെയ്യാന്ന് പറഞ്ഞാൽ? ടേക്ക് ഓവർ ചെയ്യാന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക അല്ലെങ്കിൽ ഏറ്റെടുക്കുക. വേറൊരു കമ്പനിനെ ഏറ്റെടുക്കില്ലേ? അപ്പോൾ ഒരു കമ്പനിനെ ഏറ്റെടുക്കണമെങ്കിൽ ആ ഏറ്റെടുക്കുന്ന ആൾക്ക് ആ കമ്പനിയോട് താല്പര്യം ഉണ്ടാവണം. അപ്പോൾ അതുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവിടെ കോർപ്പറേറ്റ് ഗവേണൻസും കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്കത് എടുക്കാനായിട്ടുള്ളൊരു ഇതുണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അതാണ് ടേക്ക് ഓവേഴ്സ് ആൻഡ് മെർജേഴ്സ്. അപ്പോൾ അവിടെയും നമുക്ക് ഇതിനൊരു പ്രാധാന്യമുണ്ട്. അതുപോലെ സെബി ഹാസ് മെയ്ഡ് കോർപ്പറേറ്റ് ഗവേണൻസ് കമ്പൽസറി ഫോർ സർട്ടൻ കമ്പനി. സെബി പറയുന്നുണ്ട് ഇന്ന കമ്പനി, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ചില കമ്പനികൾക്ക് നിർബന്ധമായിട്ടും കോർപ്പറേറ്റ് ഗവേണൻസ് വേണം എന്ന് സെബി പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് അതിന് ഇമ്പോർട്ടൻസ്, ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. അടുത്താണ് തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് തിയറിയാണ്. ഒന്ന് ഏജൻസി തിയറി ഉണ്ട്, സ്റ്റുവാർഡ്ഷിപ്പ് തിയറി ഉണ്ട്, റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി ഉണ്ട്.
എന്താണ് ഏജൻസി തിയറി? ഏജൻസി തിയറി ഡിഫൈൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രിൻസിപ്പൽസ് ആൻഡ് ഏജൻറ്റ്. പ്രിൻസിപ്പളും ഏജൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യുന്ന ഒരു തിയറിയാണ് ഏജൻസി തിയറി. അക്കോർഡിംഗ് ടു ദിസ് തിയറി, ഈ തിയറി അനുസരിച്ച് ദ പ്രിൻസിപ്പൾ ഓഫ് ദ കമ്പനി ഹയർ ദ ഏജൻറ്റ് ടു പെർഫോം വർക്ക്. കേട്ടോ, അതായത് പ്രിൻസിപ്പൾ എന്ത് ചെയ്യാണ്? ഏജൻറ്റിനെ ഹയർ ചെയ്യാണ്, അതായത് ഏജൻറ്റ് അപ്പോയിൻറ്റ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏജൻറ്റിനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. ഷെയർ ഹോൾഡർ എക്സ്പെക്ട് ഏജൻറ്റ് ടു ആക്ട് ആൻഡ് മേക്ക് ഡിസിഷൻ ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് പ്രിൻസിപ്പൽ. കണ്ടോ, അപ്പോൾ ഷെയർ ഹോൾഡർ പ്രതീക്ഷിക്കുകയാണ് ഏജൻറ്റ് വന്ന് അയാളുടെ ആ ഒരു തീരുമാനം എടുക്കില്ല. സാധാരണ മെയിനായിട്ടുള്ള പ്രിൻസിപ്പൽ എടുക്കുന്ന ഡിസിഷൻ ആരായിരിക്കും? ഏജൻറ്റ് ആയിരിക്കും എടുക്കുക അല്ലേ? അപ്പോൾ ആ ഒരു ഡിസിഷൻ കൃത്യമായിട്ട് ചെയ്യാം. അതുപോലെ റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ്സ് ക്യാൻ ബി യൂസ് ടു കറക്റ്റ് ദ പ്രയോറിറ്റീസ് ഓഫ് ഏജൻറ്റ്. ഏജൻറ്റ് പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കുള്ള പ്രതിഫലവും പണിഷ്മെൻറ്റുകളൊക്കെ, അതായത് മെയിൻ ആളവിടെ ആരായിരിക്കും? ഏജൻ്റ് ആയിരിക്കും. മനസ്സിലായോ? അതാണ് ഏജൻറ്റ് ആൻഡ് പ്രിൻസിപ്പൽ പറയുന്ന റിലേഷൻഷിപ്പാണ് ഏജൻസി തിയറിയിൽ ഡിഫൈൻ ചെയ്യുന്നത്. അടുത്ത സ്റ്റുവാർഡ്ഷിപ്പ് തിയറിയാണ്. എന്താ സ്റ്റുവാർഡ്ഷിപ്പ് തിയറി? The Steward theory states that a steward protect and maximizes the shareholders' wealth through firm performance. ഫേമിൻ്റെ പെർഫോമൻസിലൂടെ ഷെയർ ഹോൾഡറുടെ വെൽത്തില്ലേ, സമ്പത്ത്, അത് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ് സ്റ്റുവാർഡ് എന്ന് പറയുക കേട്ടോ. സ്റ്റുവാർഡ്സ് ആർ കമ്പനി എക്സിക്യൂട്ടീവ്സ് ആൻഡ് മാനേജേഴ്സ് വർക്കിംഗ് ഫോർ ദ ഷെയർ ഹോൾഡർ. ഷെയർ ഹോൾഡറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന മാനേജറിനെയോ കമ്പനി എക്സിക്യൂട്ടീവിനെയോ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റുവാർഡ്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ. അടുത്താണ് റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി. ദ റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി ഫോക്കസസ് ഓൺ ദ റോൾ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ പ്രൊവൈഡിങ് ആക്സസ് ടു റിസോഴ്സ് നീഡഡ് ബൈ ദ ഫേം. അതായത് റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി ഫോക്കസ് ചെയ്യുന്നത് റോൾ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ പ്രൊവൈഡിങ് ആക്സസ് ടു റിസോഴ്സ് നീഡഡ് ബൈ ദ ഫേം. ഒരു സ്ഥാപനത്തിന് വേണ്ട റിസോഴ്സുകളൊക്കെ ആക്സസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റോളില്ലേ, അത് ഫോക്കസ് ചെയ്യുന്ന തിയറിയാണ് റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഡയറക്ടേഴ്സ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ പ്രൊവൈഡിങ് ഓർ സെക്യൂറിങ് എസെൻഷ്യൽ റിസോഴ്സസ് ടു ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന് വേണ്ട റിസോഴ്സുകളൊക്കെ നല്ല രീതിയിൽ സെക്യൂർ ചെയ്യുന്നതും പ്രൊവൈഡ് ചെയ്യുന്ന റോളാണ് ഡയറക്ടറിനുള്ളത്. അത് പ്രതിപാദിക്കുന്ന ഒരു തിയറിയാണ് റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി. അടുത്താണ് മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ്. അപ്പോൾ എക്സാമിന് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വാട്ട് ആർ ദ മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് ചോദിക്കുകയാണെങ്കിൽ ആംഗ്ലോ അമേരിക്കൻ മോഡലുണ്ട്, ജർമ്മൻ മോഡലുണ്ട്, ജപ്പാനീസ് മോഡലുണ്ട്, സോഷ്യൽ കൺട്രോൾ മോഡലുണ്ട്, ഇന്ത്യൻ മോഡലുണ്ട്. അതിൽ എന്താണ് ആംഗ്ലോ അമേരിക്കൻ മോഡൽ എന്ന് പറഞ്ഞാൽ? Under the Anglo-American model of corporate governance, the shareholder rights are recognized and given importance. They have the right to elect all the members of the board and the board direct the management of the company. അതായത് സാധാരണ ഒരു കമ്പനികളൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. അതായത് ആംഗ്ലോ അമേരിക്കൻ മോഡൽ എന്നാണ് ഇതിനെ പറയുക. അതായത് അവരെന്ത് ചെയ്യാണ്? മെമ്പറുടെ കയ്യിൽ നിന്നും, അതായത് കുറേ മെമ്പേഴ്സ് ഉണ്ട് അവരൊരു കമ്പനിയിൽ, അതിൽ നിന്നും എന്ത് ചെയ്യാണ്? ഒരാളെ നമ്മൾ എലക്ട് ചെയ്യാണ്, ബോർഡ് ആയിട്ട് നമ്മൾ എലക്ട് ചെയ്യുന്നത്, ബോർഡ് എലക്ട് ചെയ്യാണ്. അയാളായിരിക്കും എന്ത് ചെയ്യുക? ആ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക. അതാണ് ആംഗ്ലോ അമേരിക്കൻ മോഡൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡർ ഓറിയൻറ്റഡ് ആണത്, ഡയറക്ടേഴ്സ് ആർ റെയർലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാനേജ്മെൻ്റ് ആണ്, ദർ ഇസ് ക്ലിയർ സെപ്പറേഷൻ, ഓണറും മാനേജ്മെൻറ്റും തമ്മിൽ കൃത്യമായിട്ടുള്ള വേർതിരിവ് അവിടെ ഉണ്ട്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ലൈക്ക് ബാങ്ക്, മ്യൂച്വൽ ഫണ്ട്, അവരൊക്കെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുക. ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ഒരു 3 പോയിന്റ് പഠിക്കുക. പക്ഷേ ഈ മോഡൽ എന്ന് അറിഞ്ഞു വയ്ക്കുക, 2 മാർക്കിന് ചിലപ്പോൾ ചോദിക്കാം. അത് ജർമ്മൻ മോഡലാണ്, അത് 2 ടയർ ബോർഡ് മോഡൽ എന്ന് പറയാറുണ്ട് അതിന് കേട്ടോ. നമുക്ക് നോക്കാം. ദിസ് ഈസ് ഓൾസോ കോൾഡ് യൂറോപ്യൻ മോഡൽ. ജർമ്മൻ മോഡലിനെയാണ് നമ്മൾ യൂറോപ്യൻ മോഡൽ എന്ന് പറയുക. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് വർക്കേഴ്സ് ആർ വൺ ഓഫ് ദ കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ദ കമ്പനി ആൻഡ് ദേ ഷുഡ് ഹാവ് ദ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാനേജ്മെൻറ്റ്. അതായത് ആ കമ്പനിയിലുള്ള വർക്കറില്ലേ, തൊഴിലാളികൾ, അവർ ഓൾറെഡി ആ കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിരിക്കും, ഷെയർ ഹോൾഡർ പോലെ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ അവർക്ക് ആ കമ്പനിയിലെ മാനേജ്മെൻറ്റ് ചെയ്യാനുള്ള അധികാരം അവർക്ക് ഉണ്ടാവും. അതാണ് ജർമ്മൻ മോഡൽ. ക്ലിയർ ആയോ? അപ്പോൾ ജർമ്മൻ മോഡൽ അനുസരിച്ച് അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് തന്നെ ഓൾറെഡി ആരായിരിക്കും? സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിരിക്കും. അവർക്ക് കമ്പനിയുടെ മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ. അതിൽ തന്നെ 2 ടയർ മോഡൽ എന്ന് പറയാറുണ്ട്. 2 ടയർ എന്ന് വിളിക്കാനുള്ള കാരണം അവിടെ 2 മോഡലുണ്ട്, സൂപ്പർവൈസറി ബോർഡും ഉണ്ട്, ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത ജപ്പാനീസ് മോഡലാണ്. Japanese companies raised a significant part of capital through banking and other financial institution. ഈ ജപ്പാനീസ് മോഡലിൽ ആ ജപ്പാനീസ് കമ്പനികളൊക്കെ ക്യാപിറ്റലിൽ മൂലധനം അവർ റേസ് ചെയ്യുന്നത് ബാങ്കിങ്ങിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ള ധനകാര്യ സ്ഥാപനങ്ങളിലൂടെ ആയിരിക്കും അവർ ഫണ്ട് ഉണ്ടാക്കുക. സിൻസ് ദ ബാങ്ക്സ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റേക്സ് ആർ വെരി ഹൈ ഇൻ ബിസിനസ്. അതുമാത്രമല്ല അങ്ങനെ വരുമ്പോൾ ബാങ്കുകളും ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? ബിസിനസ്സിൽ ഒരുപാട് ശ്രദ്ധ ചെലുത്തും അല്ലേ?
ദേ ഓൾസോ വർക്ക് ക്ലോസ്ലി വിത്ത് ദ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. അപ്പോൾ അതുമാത്രമല്ല അവരെന്ത് ചെയ്യും, കമ്പനിയുമായിട്ട് ഏറ്റവും അടുത്ത ആളുകളായിരിക്കും, കമ്പനിയുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതും അവർ തന്നെയായിരിക്കും. അത് ഒന്നുമില്ല മക്കളെ, നേരത്തെ പറഞ്ഞ പോലെ വർക്കറിന് വരവിടെ ആരാണ്, ബാങ്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാങ്കിങ്ങിൽ നിന്നും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണല്ലോ നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യണേ. അപ്പോൾ അവർ ഈ കമ്പനിയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. അപ്പോൾ അവർക്കും ഈ കമ്പനിയുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള അധികാരം ഉണ്ടാവും. അതാണ് ജപ്പാനീസ് മോഡൽ. ക്ലിയർ ആണോ? അടുത്താണ് സോഷ്യൽ കൺട്രോൾ മോഡൽ. സോഷ്യൽ കൺട്രോൾ മോഡൽ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആർഗ്യൂസ് ഫോർ full-fledged stakeholder representation in the board. The stakeholder board consists of representation from shareholder, employees, major consumers, major suppliers. സാധാരണ നോർമലി വരുന്ന കാര്യമാണ്. അതായത് കമ്പനി സാധാരണ സ്റ്റേക്ക് ഹോൾഡറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അവരാരാകാം, ഷെയർ ഹോൾഡറിന് വേണ്ടിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളാവാം, എംപ്ലോയിക്ക് വേണ്ടിയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആവാം, കൺസ്യൂമറിന് വേണ്ടിയിട്ടുള്ളതായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും അത് സ്റ്റേക്ക് ഹോൾഡറായിട്ട് ആ കമ്പനിയിൽ ഉണ്ടാവുക. അതാണ് സോഷ്യൽ കൺട്രോൾ മോഡൽ. അതാണ് ഇന്ത്യൻ മോഡൽ. ഇൻ ഇന്ത്യ ദർ ആർ മെയിൻലി 3 types ഓഫ് കമ്പനി. ഇന്ത്യയിൽ 3 തരത്തിലുള്ള കമ്പനി ഉണ്ട്. പ്രൈവറ്റ് കമ്പനി ഉണ്ട്, പബ്ലിക് കമ്പനി ഉണ്ട്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഉണ്ട്. ഈച്ച് ഓഫ് ദീസ് കമ്പനീസ് ഹാസ് ഡിസ്റ്റിങ്ക്റ്റ്. നമുക്കറിയാം എല്ലാ കമ്പനികളും ഡിഫറെൻ്റ് ആണ്. ദസ് ദ കോർപ്പറേറ്റ് ഗവേണൻസ് മോഡൽ ഇൻ ഇന്ത്യ ഈസ് എ മിക്സ് ഓഫ് ആംഗ്ലോ ആൻഡ് ജർമ്മൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള കമ്പനികളിൽ ഉപയോഗിക്കുന്ന കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയൊക്കെ മിക്സാണ്, ആംഗ്ലോ അമേരിക്കൻ മോഡലിനെയും ജർമ്മൻ. കാരണം എല്ലാ തരത്തിലുള്ള കമ്പനികളുണ്ടല്ലോ, പലതരത്തിലുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ ആംഗ്ലോ അമേരിക്കൻ മോഡലിനെയും ജർമ്മൻ മോഡലിൻ്റെ ഒരു മിക്സാണ് ഇന്ത്യൻ മോഡൽ കേട്ടോ, എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്താണ് ബോർഡ് കമ്മിറ്റി. ബോർഡ് കമ്മിറ്റിയിൽ വരുന്ന ഒന്നാമത്താണ് ഓഡിറ്റ് കമ്മിറ്റിയാണ്. ദ പ്രൈമറി ടാസ്ക് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി ഈസ് ടു ഓവർസീ the relationship between the external auditors to ensure the quality of the company's financial statement. കമ്പനികളിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വാളിറ്റി അറിയാനായിട്ട് എക്സ്റ്റേണൽ ഓഡിറ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇല്ലേ, അതിന് വേണ്ടിയിട്ട് നിയമിച്ചിട്ടുള്ള ഒരു ടാസ്ക്കാണ് ഏത്, ഓഡിറ്റ് കമ്മിറ്റി. അടുത്താണ് റെമ്യൂണറേഷൻ കമ്മിറ്റി. ഇത് ഡിസൈഡ് പേ അറേഞ്ച്മെൻറ്റ്. ഇത് പേ അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് റെമ്യൂണറേഷൻ കമ്മിറ്റി. ദ ഡിസൈൻ ഓഫ് റെമ്യൂണറേഷൻ പോളിസീസ് ഷുഡ് ബി ലിങ്ക്ഡ് ടു ദ അച്ചീവ്മെൻറ്റ് ഓഫ് ദ കമ്പനീസ് ലോങ് ടേം സക്സസ്. ഒരു കമ്പനിയുടെ ദീർഘകാല സക്സസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള റെമ്യൂണറേഷൻ പോളിസികളായിരിക്കും കമ്പനികൾ ഉപയോഗിക്കുക. അങ്ങനെയുള്ള അതിന് വേണ്ടി നിയമിച്ചിട്ടുള്ളൊരു കമ്മിറ്റിയാണ് റെമ്യൂണറേഷൻ. അതായത് പെട്ടെന്ന് എല്ലാ ഫണ്ടും നമ്മൾ റെമ്യൂണറേഷൻ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കമ്പനിയുടെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു കമ്പനിയുടെ ലോങ് ടേം സക്സസ്സിന് വേണ്ടിയിട്ട് അതിനും കൂടി സപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള റെമ്യൂണറേഷൻ സിസ്റ്റം ആയിരിക്കണം ഒരു കമ്പനിയിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്തിട്ടുള്ള, അതിന് വേണ്ടി നിയമിച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് റെമ്യൂണറേഷൻ കമ്മിറ്റി. അടുത്താണ് നോമിനേഷൻ കമ്മിറ്റി. The nomination committee is responsible for the board appointment process, considering the requirement of the company and making recommendations to the board. This responsibility covers both executive and non-executive director. നോമിനേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോർഡ് അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ നോമിനേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ. അവിടെ കമ്മിറ്റിക്ക് വേണ്ട ആളുകളെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന, അതായത് അതിന് വേണ്ടിയിട്ട് നമ്മൾ നിയമിച്ചിട്ടുള്ളൊരു കമ്മിറ്റിയാണ് നോമിനേഷൻ കമ്മിറ്റി എന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇൻസൈഡർ ട്രേഡിംഗ് കേട്ടോ. Insider trading refers to the practice of purchasing or selling a publicly traded company's securities while in possession of material information that is not yet public information. ഇത് ഇവിടെ ഇൻസൈഡർ ട്രേഡിംഗ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക്കലി ട്രേഡ് ചെയ്യുന്ന കമ്പനികളുടെ സെക്യൂരിറ്റീസ് ഇല്ലേ, അത് വാങ്ങി വിൽക്കുകയൊക്കെ ചെയ്യുന്ന, അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ട്രേഡിംഗ് ആണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് പബ്ലിക്കലി ട്രേഡ് ചെയ്യുന്ന കമ്പനികളുടെ സെക്യൂരിറ്റീസൊക്കെ എന്താണ്, ആ സെക്യൂരിറ്റീസിൻ്റെ എല്ലാ ഇൻഫർമേഷൻ, എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് പബ്ലിക്കിലോട്ട് നമ്മൾ ആ ഒരു സെക്യൂരിറ്റികൾ വാങ്ങി വിൽക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ട്രേഡിംഗ് ആണ് ഇൻസൈഡർ ട്രേഡിംഗ്. ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് റേറ്റിംഗ്, CGR എന്ന് പറയും കേട്ടോ. CGR എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ഗവേണൻസ് റേറ്റിംഗ് എന്നാണ് അർത്ഥം. ഇറ്റ് ഈസ് ഒപ്പീനിയൻ ഓൺ ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് എൻ ഓർഗനൈസേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് അഡോപ്ഷൻ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. അതായത് ഒരു കമ്പനിയിൽ കോർപ്പറേറ്റ് ഗവേണൻസ് നമ്മൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത് നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിലുണ്ടാകുന്ന പൊസിഷനും ആ സ്ഥാപനത്തിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രതികരണം, അല്ല അഭിപ്രായം, ആ കമ്പനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് നമ്മൾ റേറ്റിംഗ് കൊടുക്കും. നമ്മളൊരു ഇലക്ട്രിക് ഉപകരണം വാങ്ങിക്കാൻ നമ്മൾ റേറ്റിംഗ് കൊടുക്കില്ലേ? ഇപ്പോൾ ഫ്രിഡ്ജോ അല്ലെങ്കിൽ TV ഒക്കെ വാങ്ങിക്കാൻ നമ്മൾ റേറ്റിംഗ് കൊടുക്കില്ലേ? ഇല്ലേ? അങ്ങനെ 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ? അപ്പോൾ അതേപോലെ കമ്പനികളിൽ കോർപ്പറേറ്റ് ഗവേണൻസ് വന്നതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന റേറ്റിംഗ് ആണ് കോർപ്പറേറ്റ് ഗവേണൻസ് റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അടുത്ത ഗ്രീൻ ഗവേണൻസ്. The basic idea is sustainability without much pressure on the environment. Green governance is systematic life cycle approach for ensuring the sustainability of the business.
അതായത് ഒരു ബിസിനസ്സിൻ്റെ വികസനം, സുസ്ഥിരമായിട്ടുള്ള വികസനം ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശാസ്ത്രീയമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലൈഫ് സൈക്കിൾ അപ്രോച്ചാണ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ എൻവിയോൺമെൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ സിസ്റ്റമാറ്റിക്കലി ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ടേമാണ് ഗ്രീൻ ഗവേണൻസ്. ഓക്കെ, അതാണ് ഗ്രീൻ എന്ന് പറയാനുള്ള കാരണം. ഇനി നെസസിറ്റേറ്റ് ദ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ സ്ട്രാറ്റജി, റിസ്ക് മാനേജ്മെൻറ്റ്, ഇതിലൊക്കെ തുടർച്ചയായിട്ടുള്ള ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ ഫോം ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിരമായ വികസനം, അതുപോലെ നോൺ റിന്യൂവബിൾ നേച്ചർ റിസോഴ്സുകൾ അല്ലേ, അതായത് നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റാത്ത റിസോഴ്സുകളുടെ ഉപയോഗങ്ങൾ കൺട്രോൾ ചെയ്യുക, കൺട്രോൾ ദ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ, അതായത് മനുഷ്യൻ്റെ ഇടപെടലുകളെ കൺട്രോൾ ചെയ്യുക, ടു ദ പെർമിറ്റ് ദ കമ്പനീസ് ഫോർ ഓൺലൈൻ കംപ്ലയിൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ പെർമിറ്റ് കൊടുക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഗ്രീൻ ഗവേണൻസിൻ്റെ ലക്ഷ്യങ്ങൾ. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക, ബോർഡ് കമ്മിറ്റീനെ സെപ്പറേറ്റ് ചെയ്യുക, കോർപ്പറേറ്റ് ഗവേണൻസ് കോഡുകളെ ഡിഫറൻ്റ്ലി കൊണ്ടുവരിക, റിപ്പോർട്ടിംഗ് ഓഫ് ഡിസ്ക്ലോഷർ, എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചില്ലെങ്കിലും ഗ്രീൻ ഗവേണൻസ് എന്താണെന്നും അതിൻ്റെ ഒബ്ജക്റ്റീവ്സും പഠിക്കുക കേട്ടോ. അടുത്താണ് ക്ലോസ് 49 ഓഫ് ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് കേട്ടോ. ഇത് അങ്ങനെ ചോദിക്കാറില്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് ഓഡിറ്റ് കമ്മിറ്റി എന്താണെന്ന് നോക്കുക. ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് ഓഡിറ്റ് കമ്മിറ്റി അല്ലേ. ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് എന്താ, ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എന്താ ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മുടെ കമ്പനികളിലെ ഫിനാൻഷ്യൽ പൊസിഷൻസ് ഒക്കെ അറിയാനായിട്ട് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള കമ്മിറ്റിയാണ് ഓഡിറ്റ് കമ്മിറ്റി അല്ലേ. അപ്പോൾ അതിനകത്ത് മിനിമം 3 ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും. 2/3 ഷാൽ ബി ദ ഇൻഡിപെൻഡൻറ്റ്, അതായത് അതിനകത്ത് 3/2 ഭാഗം ഒപ്പീനിയൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറെ നമ്മൾ വയ്ക്കുക. അതായത് നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ 75% ആളുകളും ഓക്കെ പറഞ്ഞാൽ മാത്രമേ നമ്മൾ തീരുമാനം എടുക്കുള്ളൂ എന്ന് പറയില്ല. അതുപോലെ അതായത് ഓൾ ദ മെമ്പേഴ്സ് ഷാൽ ബി ഫിനാൻഷ്യലി ലിറ്ററേറ്റ്, അവിടെയുള്ള എല്ലാ മെമ്പേഴ്സും ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആയിരിക്കണം. അതായത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിലും ഈ പണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളായിരിക്കണം. അല്ലാതെ ഒരാളെ നമ്മൾ വെറുതെ ഒരു കമ്മിറ്റിയിൽ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസും വായിച്ച് നോക്കിയാൽ മനസ്സിലാവണം. കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ വായിച്ച് നോക്കി അറിയണം. അസറ്റ് ലയബിലിറ്റി ഒന്നും അറിയാത്ത ഒരാളെ നമ്മളൊരു കമ്മിറ്റിയിൽ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അതാണ് പറയുന്നത്. ചെയർമാൻ ഷാൽ ബി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം. കമ്പനി സെക്രട്ടറി ഷാൽ ആക്ട് ആസ് സെക്രട്ടറി ഓഫ് കമ്മിറ്റി, അല്ലെ കമ്പനി സെക്രട്ടറി കമ്പനിയുടെ സെക്രട്ടറി ആയിട്ട് ആക്ട് ചെയ്യണം. ഇതാണ് ഓഡിറ്റ് കമ്മിറ്റി കേട്ടോ. ഇനി സബ്സിഡിയറി കമ്പനി. എന്താ സബ്സിഡിയറി കമ്പനി എന്ന് പറഞ്ഞാൽ? അറ്റ്ലീസ്റ്റ് 1 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ മസ്റ്റ് ബി ദ ഡയറക്ടർ ഓഫ് സബ്സിഡിയറി കമ്പനി. സബ്സിഡിയറി കമ്പനിയിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ മസ്റ്റായിട്ട് എന്തുണ്ടായിരിക്കണം? ഡയറക്ടറായിട്ട് ഉണ്ടായിരിക്കണം. ഓഡിറ്റ് കമ്മിറ്റി ഷാൽ റിവ്യൂ ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് സബ്സിഡിയറി ഇൻ ഓർഡർ ടു ഹാവ് എ ഗുഡ് കൺട്രോൾ ഓർ വ്യൂ ഓഫ് ദ സബ്സിഡിയറി കമ്പനി. സബ്സിഡിയറി കമ്പനിയെക്കുറിച്ചുള്ള മൊത്തം കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അതിൻ്റെ റിവ്യൂ ചെയ്യാൻ ഓഡിറ്റ് കമ്മിറ്റി. ബോർഡ് ഓഫ് ഹോൾഡിംഗ് മസ്റ്റ് റിവ്യൂ ഓൾ സിഗ്നിഫിക്കൻറ്റ് ട്രാൻസാക്ഷൻ ആൻഡ് അറേഞ്ച്മെൻറ്റ് ബിറ്റ്വീൻ ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി. അതുമാത്രം പോരാ, ബോർഡ് എന്ത് ചെയ്യണം? ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡിയറി കമ്പനിയും തമ്മിലുള്ള എല്ലാ ഇടപാടുകളും കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യണം. എന്താ ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ എ എന്ന് പറയുന്ന കമ്പനി ബീനെ ഏറ്റെടുത്താൽ എ ആണ് ആര്? ഹോൾഡിംഗ് കമ്പനി, ബി ആണ് സബ്സിഡിയറി കമ്പനി. അറിയാലോ അത്. അപ്പോൾ ആ 2 കമ്പനികൾ തമ്മിലുള്ള എല്ലാ ട്രാൻസാക്ഷൻ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പറയണം. അതാണ് സബ്സിഡിയറി കമ്പനിയിൽ പറയുന്നത് കേട്ടോ. ഡിസ്ക്ലോഷർ. എന്താ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ? എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എല്ലാ കാര്യങ്ങളും തുറന്ന് കാണിക്കണം. ഇനി CEO CFO സർട്ടിഫിക്കറ്റ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി, അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടാൽ മതി കേട്ടോ. ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഷെയർ ഹോൾഡർ ആക്ടിവിസം ഈസ് എ വേ that shareholders can influence a corporation's behavior by exercising their rights and partial owner അല്ലേ. അതായത് ഒരു ഷെയർ ഹോൾഡറുടെ ആ റൈറ്റ്, അധികാരങ്ങളില്ലേ, അതിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കോർപ്പറേഷൻ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റും. അതിനാണ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്ന് പറയുക. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്തൊക്കെ റീസൺസ് ഉണ്ട്? ദ ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആർ നോട്ട് പ്രൊട്ടക്റ്റഡ് അല്ലേ. ഷെയർ ഹോൾഡറുടെ താല്പര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല. സെൽഫ് ഡീലിംഗ് ആണ്, അതായത് അവർക്കാണല്ലോ കൂടുതൽ ടോപ്പ് അതോറിറ്റി ആയിട്ട് അവരെല്ലാം കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സെൽഫ് ഡീലിംഗ് ആണ്. ലാക്ക് ഓഫ് ട്രാൻസ്പാരൻസി, അതുപോലെ തന്നെ ഫ്രാഗൈൽ മാനേജ്മെൻറ്റ്. ഈ ഫ്രാഗൈൽ മാനേജ്മെൻറ്റ് ചിലപ്പോൾ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാം. പുവർ ഡിസ്പ്ലേ ഓഫ് ബിസിനസ് ഫങ്ഷൻസ് ആർ ഓൾസോ റിസൾട്ട് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം. അതായത് ഒരു ബിസിനസ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നില്ലെങ്കിൽ, പുവറായിട്ടാണ് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അവിടെ എന്ത് വരും? ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം വരും. In some of these cases, the management may conceal the relevant transaction and do not provide all relevant information to shareholder. ഈ സിറ്റുവേഷനിൽ ഷെയർ ഹോൾഡർക്ക് മുമ്പാകെ നമ്മൾ ചിലപ്പോൾ എല്ലാ കൃത്യമായിട്ടുള്ള രേഖകളും നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല? തുറന്ന് കാണിക്കണമെന്നില്ല. കൺസീൽ ചെയ്യാന്ന്. കൺസീൽ എന്ന് പറഞ്ഞാൽ മറച്ച് വെക്കാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ഷെയർ ഹോൾഡർക്ക് എല്ലാ വിവരങ്ങളും കിട്ടില്ല. അത് അങ്ങനെയുള്ള മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ടുള്ള മാനേജ്മെൻ്റ് അല്ല അല്ലേ. അങ്ങനെയുള്ള മാനേജ്മെൻറ്റിനെ നമ്മൾ ഫ്രാഗൈൽ മാനേജ്മെൻറ്റ് എന്ന് പറയാം കേട്ടോ. FRAGILE കേട്ടോ, ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം. ടു ആക്ട് ആസ് മോണിറ്റർ ഓഫ് മാനേജ്മെൻറ്റ് മോണിറ്ററായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ ഷെയർ ഹോൾഡറുടെ താല്പര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു.
അക്കൗണ്ടബിലിറ്റി കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ കോർപ്പറേറ്റ് ഗവർണൻസ് കുറച്ച് ഡിഫിക്കൽട്ടാണ്, പഠിക്കാൻ കുറച്ച് വേർഡ്സൊക്കെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓഡിറ്റിംഗ് പിന്നെ എളുപ്പമാണ്. അപ്പോൾ ഓഡിറ്റിങ്ങിൽ ഒരു 60% ക്വസ്റ്റ്യൻസ് 60 or 70% ഓഡിറ്റിംഗിനായിരിക്കും. ബാക്കിയൊരു 30 or 40% ആണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് നോക്കുക അത് കേട്ടോ. ഈ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിറ്റീസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ.